ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു കരോക്കെ മിക്സ് ചെയ്യുന്ന ഒരു 2 ചാനൽ ആംപ്ലിഫയർ ആണ്. ഇതിനകത്ത് നമ്മൾ സബ് യൂസ് ചെയ്തിട്ടില്ല. 150 + 150 വാട്ട്സ് RMS കിട്ടുന്ന ഒരു ആംപ്ലിഫയർ ആണ്. അപ്പോൾ നമ്മളത്ര ഹെവി ബഡ്ജറ്റിലല്ല ചെയ്തെടുത്തിരിക്കുന്നത്. ലോ ബഡ്ജറ്റിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പാനലായാലും 2 ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഗ്ലോസിയും മാറ്റിലും. അപ്പോൾ കൺട്രോളിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. വോളിയം കൺട്രോൾ ഒരു വലിയ നോബാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 2 മൈക്ക് സ്ലോട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 മൈക്ക് സ്ലോട്ടിനും കൂടെ വേണ്ടി ഒരു ഒറ്റ വോളിയം കൺട്രോളാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു എക്കോയുടെ കൺട്രോൾ, പിന്നെ ചാനലിലെ ബേസ്, ചാനലിലെ ട്രിബിൾ, പിന്നെ ഒരു USB സ്ലോട്ട് ഇങ്ങേറ്റത്തായിട്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് വ്യൂ മീറ്റർ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾക്കറിയാം പകാരിയുടെ G-Starൻ്റെ ബ്ലൂടൂത്ത് പാനൽ, പകാരിയ എന്ന് പറഞ്ഞാലും അറിയപ്പെടും G-Starൻ്റെ ബ്ലൂടൂത്ത് പാനൽ, വൈറ്റ് കളർ വരുന്നത്, അനൗൺസ്മെൻറ്റ് ഇല്ലാത്തത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ മുൻവശത്തായിട്ട് നമ്മൾ വളരെയധികം സിമ്പിളായിട്ട് ചെയ്ത ഒരു ഡിസൈനാണ്. അത്ര കോംപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സിമ്പിൾ ഡിസൈനിൽ ഒരു ആംപ്ലിഫയർ ചെയ്തത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൽ ഇൻസൈഡിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ ബോർഡുകളാണ് യൂസ് ചെയ്തെന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റീരിയോ ആംപ്ലിഫയർ ആയതുകൊണ്ട് നമ്മളിതിനകത്ത് അത്ര ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. സ്ഥിരം ചെയ്യുന്നതല്ല, ഹെവി ആയിട്ടുള്ളതല്ല. നമ്മളിതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് 30-030 6 ആംപിയറും 12-012 ഒരു 1 ആംപിയർ ടാപ്പിങ്ങും 012 ഒരു 2 ആംപിയർ ടാപ്പിങ്ങുമാണ് നമ്മളിതിനകത്ത് എടുത്തിരിക്കുന്നത്. അത് ചെറിയൊരു സപ്ലൈ ഉണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കപ്പാസിറ്ററായിട്ട് 30-030 വേണ്ടി നമ്മൾ 10,000 MFDയും 50 വോൾട്ടിൻ്റെ 2 കപ്പാസിറ്ററുകളും, 12-012 നമ്മൾ 35 വോൾട്ടും 4700 2 കപ്പാസിറ്ററാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ചാനലിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് SBODSൻ്റെ 150 + 150 കിട്ടുന്ന ഒരു ബോർഡാണ്. ഈ ബോർഡ് ഞാൻ ഇതിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ഉള്ളതും നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോർഡാണിത്. നമുക്ക് 45 വോൾട്ട് വരെ മാക്സിമം നമുക്ക് DC ഔട്ട്പുട്ട് കൊടുക്കാം. മാക്സിമം ഒരു 7 ആംപിയർ 8 ആംപിയർ ഒക്കെ അടുപ്പിച്ച് നമുക്കിതിനകത്ത് കൊടുക്കാം. ഇതിൽ കൂടുതൽ കൊടുക്കാം. കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ അവരുടെ ആ ഒരു SBODSൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വാങ്ങിക്കാം. നമ്മൾ ബാസ് ട്രബിളായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പവർ ട്രാക്കിൻ്റെ ബാസ് ട്രബിൾ ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കരോക്കെ മിക്സ് ചെയ്യാനായിട്ടും മൈക്ക് ബ്രേക്ക് വേണ്ടി നമ്മൾ യൂണിവേഴ്സൽ ഓഡിയൻസിൻ്റെ ഒരു ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലെ ടോൺ കൺട്രോളും ബാക്കി വോളിയം കൺട്രോളും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ട് പാനലിൽ സെപ്പറേറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ സോക്കറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ അഡീഷണൽ AX എന്ന് പറഞ്ഞ കമ്പനിയുടെ സോക്കറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2ൻ്റെ കണക്ഷൻ നമ്മൾ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മൈക്കിന് ശകലം വോളിയം കുറവുണ്ടായിരുന്നു. മൈക്ക് പ്രീ അത്ര പോരായിരുന്നു. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു മൈക്ക് പ്രീയും കൂടെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡിലേയുടെ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. പിന്നീട് പറയാനാണെങ്കിൽ കൺട്രോള് ലൈറ്റ് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ലൈറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സപ്ലൈ, ചെറിയൊരു ട്രാൻസ്ഫോമർ ഈ ലൈറ്റിന് വേണ്ടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ 2.2Kയുടെ ഒരു റെസിസ്റ്റൻസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അത്ര ഓവറായിട്ടുള്ളൊരു വെട്ടം നമുക്ക് ആവശ്യമില്ല. കാരണം 12 വോൾട്ടിൽ നല്ല ബ്രൈറ്റ്നസ് ആയിരിക്കും കിട്ടുന്നത്. ആ ഒരു വെട്ടം നമുക്ക് ആവശ്യമില്ലെന്നല്ല, എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് നമ്മൾ വെട്ടം ഇതുപോലെ നൈസായിട്ട് ചെറിയൊരു രീതിയിൽ മാത്രമേ ഇടത്തുള്ളൂ, ഓവറായിട്ട് ഇടത്തില്ല. പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ അധികം ആഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ് ഒരു പ്രീമിയം ലുക്ക്. പ്രീമിയം അല്ല, നിങ്ങൾക്കറിയാമല്ലോ വോളിയം കൺട്രോൾ നോബിനകത്ത് ലൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഒരു സ്വിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. കരോക്കെ ഇടുന്ന ടൈമിൽ ഒരു കരോക്കയ്ക്ക് വേണ്ടി മാത്രമായിട്ടും സോങ് കേൾക്കാൻ വേണ്ടി മാത്രമായിട്ടും ഒരു സ്വിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം 2 ക്വാളിറ്റി ഞാൻ ഇതിനകത്ത് ഫീൽ ചെയ്തായിരുന്നു ഈ ഒരു ആംപ്ലിഫയറിൽ. ഈ ഒരു കരോക്കെ മിക്സിനകത്ത് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുമ്പോഴും കരോക്കെ വഴി കയറി വരുമ്പോഴും ചെറിയൊരു ക്വാളിറ്റിക്ക് വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ട് കേൾക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു സ്വിച്ച് അഡീഷണൽ ഞാൻ കൊടുത്തതേ ഉള്ളൂ. സ്വിച്ച് അടിച്ചു കഴിഞ്ഞാൽ നല്ല 2 പെർഫോമൻസാണ്, 2 ക്വാളിറ്റിയാണ്. പിന്നെ അതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ആക്സ് ഇൻപുട്ടും 2 ആക്സ് ഔട്ട്പുട്ടുമായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആക്സ് ഔട്ട്പുട്ടല്ല, ഓഡിയോ ഔട്ടായിട്ടും കൊടുത്തിരിക്കുന്നത്. വയറിങ് മാക്സിമം നീറ്റായിട്ട് ചെയ്യാൻ നോക്കി, പക്ഷേ എങ്കിലും കുറച്ച് അൾട്രേഷൻ്റെ പരിപാടികളുണ്ടായതുകൊണ്ട് അത്ര ഡീസൻ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിലായിട്ട് വരുന്നത്. ബ്ലൂടൂത്ത് പാനലിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, G-Starൻ്റെ ബ്ലൂടൂത്ത് പാനലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഡിസ്പ്ലേ വരുന്ന വിത്തൗട്ട് അനൗൺസ്മെൻറ്റ് ഇല്ലാത്ത ഒരു ബ്ലൂടൂത്ത് പാനലാണ്. അപ്പം ഇതിൻ്റെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇടാം. ഈ ഒരു സ്പീക്കറിലായിരിക്കും നമ്മളിപ്പോൾ പ്ലേ ചെയ്യുന്നത്. 10 ഇഞ്ചിൻ്റെ 2 സ്പീക്കറുകൾ.
10 ഇഞ്ച് 100 വാട്ട്സ് വരുന്ന ഒരു ട്യൂട്ടർ വരുന്ന ക്രോസ് ഓവർ ഇല്ലാത്തൊരു ബോക്സിലാണ്. അപ്പം ഇതിൽ കേട്ടതിന് ശേഷം നിങ്ങൾ ക്വാളിറ്റി ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. വീഡിയോയിൽ കോപ്പിറൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മാത്രം പ്ലേ ചെയ്തത്. അപ്പം ഈ ഒരു സ്പീക്കറിൽ കേട്ടിട്ട് ഇത്രയേ ഉള്ളൂ ക്വാളിറ്റി എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഈ ഒരു ബോക്സിനകത്ത് നെറ്റ്വർക്ക് ബോർഡ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇത് റെഡിമെയ്ഡ് ബോക്സാണ് ഈ ഇരിക്കുന്നത്. നമുക്ക് പുറത്ത് നമ്മൾ വാങ്ങിച്ച ബോക്സാണ്. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു ആംപ്ലിഫയറിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻബിൽട്ട് ചെയ്തിരിക്കുന്നത്. കരോക്കെ ആക്കി ഇട്ടാലും മൈക്കിൻ്റെ ടെസ്റ്റ് ആയാലും നല്ല പക്ക വർക്കിംഗ് ആണ്. ഞാൻ മൈക്ക് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ സ്റ്റോറി ആയിട്ട് ഇടുന്നതായിരിക്കും. മൈക്ക് ടെസ്റ്റ് ചെയ്ത് കരോക്കെ ഇട്ടൊരു സോങ് പ്ലേ ചെയ്യുന്നൊരു വീഡിയോ സ്റ്റോറി ആയിട്ട് ചെയ്യണം. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം എങ്ങനെ ഉണ്ട്, എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ഒരു ആംപ്ലിഫയറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഇതുപോലുള്ള ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.